ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇത് എത്ര ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാട്ടോ. ഒരു ചോറ് പോലും കട്ട പിടിക്കാതെ ഒരു ചോറിലൊരു ചോറെ തൊടാത്ത രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും നെയ്ച്ചോറിന് ഡാൽഡ ആട്ടോ ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള കരിഞ്ഞു പോകരുത്. പോയി കഴിഞ്ഞാൽ നമ്മുടെ ചോറിൻ്റെ കളറേ മാറിപ്പോകും. ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 2 പാത്രം വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഞാൻ കൈമ റൈസാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അളന്ന് വെച്ചേക്കുന്ന തിളച്ച വെള്ളം ഊറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലാകെ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കറിന്ന് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൂറ്റാട്ടോ. ഒരു നാരങ്ങയുടെ അരമുറി മതി കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. എൻ്റെ കുക്കറിന് ഒറ്റയ്ക്കൊരു വിസിൽ വന്നാൽ നെയ്ച്ചോറ് റെഡി ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. ഒരു ചോറ് തൊടാതെ കട്ട പിടിക്കാതെ നമുക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ നെയ്ച്ചോറ്. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് ഒരു കറി റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും ചേർത്ത് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഈ ചിക്കനെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക്, വലിയ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ചിക്കനെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാൻ ഞാനൊരു കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ അതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ രീതിയിലൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂട്ടും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഞാനൊരു നുള്ളു ഉപ്പിട്ടായിരുന്നു കേട്ടോ. അതൊന്ന് സ്കിപ്പായി പോയി. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാട്ടോ എടുത്തേക്കുന്നത്. ആ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും ഇളക്കി സെറ്റായി എടുക്കണം. പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് ആ ചിക്കൻ വേവിച്ച ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അത്യാവശ്യം നമുക്ക് ചിക്കനിലെ ഗ്രേവി കിട്ടും.
നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി. ചിക്കനും ഒറ്റ വിസിൽ വന്നാൽ മതി. 2-3 വിസിൽ വരരുത്. നമുക്ക് എല്ലും കോഴിയൊക്കെ വേറെ വേറെ കിട്ടും. അപ്പോൾ നമുക്ക് ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഞാൻ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.